UDF സർക്കാരിന്റെ കന്നി ബജറ്റ് നാളെ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. ബജറ്റിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ വലിയ പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ ജനങ്ങൾ നോക്കി കാണുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും സണ്ണി പീറ്റർ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേരുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം? ഒരുപക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വലിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? പക്ഷേ പണം കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണല്ലോ. ഇടതുപക്ഷ സർക്കാരിന്റെ സമയത്തും ഒരുപാട് വാഗ്ദാനങ്ങൾ ബജറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ എത്രത്തോളം പ്രാവർത്തികമാക്കി എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടെ അധികാരത്തിലേറിയ UDF സർക്കാർ, LDF സർക്കാരിൻ്റെ 10 വർഷത്തിന് ശേഷമാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നത്. UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പായി ഒട്ടേറെ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് നാളെ വി ഡി സതീശൻ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ കേരളത്തിലെ ജനങ്ങൾ വലിയ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ മൂന്നാമത്തെ ആളാണ് വി ഡി സതീശൻ നാളെ ധനമന്ത്രി കൂടിയായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്ന ആർ ശങ്കറും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുമാണ് നേരത്തെ ധനമന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ചരിത്രത്തിലേക്ക് കൂടിയാണ് വി ഡി സതീശൻ നടന്നു കയറാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് വി ഡി സതീശൻ തൻ്റെ ജീവിതത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ധനമന്ത്രിയൊക്കെ ആവും എന്നൊക്കെ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനമന്ത്രിയാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. തന്നെയുമല്ല, അന്ന് വലിയ താല്പര്യവും അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹവുമായിരുന്നു ധനമന്ത്രി ആകുക എന്നത് കേരളത്തിൻ്റെ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നാളെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ നാളത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് വി ഡി സതീശൻ തന്നെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നത് വലിയ ആകാംക്ഷയാണ്. പ്രത്യേകിച്ച് ഈ ധനപ്രതിസന്ധി, കേരളത്തിലെ ധനകാര്യ മാനേജ്മെൻറ്റിൽ വലിയ വീഴ്ച, അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ UDF ഒട്ടേറെ വാഗ്ദാനങ്ങൾ പ്രധാനമായി 5 വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു. അതിലൊന്നാണ് സ്ത്രീകൾക്കുള്ള KSRTCയിലെ സൗജന്യ യാത്ര. അതിൽ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ബാക്കി പ്രധാനമായും 4 എണ്ണം കൂടി നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ക്ഷേമ പെൻഷനകത്ത് എന്തെങ്കിലും വർധനവ് വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ എന്നത് ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കാരണം 62 ലക്ഷത്തോളം ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക. അപ്പോൾ നിലവിലുള്ള 2000 രൂപയിൽ നിന്ന് 2500 ആക്കുമോ, അതോ 3000 ആക്കുമോ, അതോ ഒന്നും വർദ്ധിപ്പിക്കാതിരിക്കുമോ എന്നതൊക്കെ നാളത്തെ ബഡ്ജറ്റിൽ കൂടി മാത്രമായിരിക്കും അറിയാൻ കഴിയുക. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ അവതരിപ്പിച്ച ധവളപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. കേരളം ഇപ്പോൾ 5,07,000 കോടി രൂപയോളം ധനകമ്പി നേരിടുന്നതായും വലിയ കടമുള്ളതായും ബഡ്ജറ്റിൽ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നികുതി പിരിവ് ഊർജിതമാക്കുമെന്ന നേരത്തെ തന്നെ വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത് ആണ്. അത് പൂവിൽ നിന്ന് പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് പോലെ ആരും അറിയാതെ ആ നികുതി പിരിവ് നടത്തണം എന്നാണ് അന്ന് ധനമന്ത്രി കൂടിയായ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നികുതി വർധനവ്, ഏതെല്ലാം മേഖലയിൽ നികുതിയുടെ വർധനവ് ഉണ്ടാകും എന്ന് നാളത്തെ ബഡ്ജറ്റിലാണ് അറിയാൻ കഴിയുക. എന്താണെങ്കിലും ഈ കിഫ്ബിക്കകത്ത് വലിയൊരു പൊളിച്ചൊഴുത്തുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കിഫ്ബി ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കിഫ്ബിയിലകത്താണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. കിഫ്ബി ഒരുപക്ഷെ ധനവകുപ്പിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാപനം എന്ന നിലയിലാണ് കിഫ്ബി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ധനകാര്യ വകുപ്പ് അതൊരു പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ട് പൂർണ്ണമായും ധനകാര്യ വകുപ്പിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ, അതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് കിഫ്ബി ഈ വാഹന സെസ്സൊക്കെ മുഖേന 3300 കോടി രൂപയോളം അവർ ഓരോ വർഷവും അവരുടെ കൈവശം അവരിൽ നേരിട്ട് കിഫ്ബിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ ഏകദേശം 700 കോടി രൂപയും കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് സ്വതന്ത്രമായി ഈ പണത്തിൻ്റെ ചെലവഴിക്കാനും കഴിയും. അപ്പോൾ ഈ 4000 കോടി രൂപ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലേക്ക് കിഫ്ബിയെ കൊണ്ടുവന്ന് ധനകാര്യ വകുപ്പ് നേരിട്ട് നടത്തുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ കിഫ്ബിയുടെ കീഴിൽ 512ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവരെയും ഈ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലേക്ക് എത്തിക്കാനുള്ള നടപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ്റെ വലിയൊരു സ്വപ്നമാണ് കേരളത്തിലെ
ഈ തുറമുഖങ്ങളെ വികസിപ്പിക്കുക എന്നുള്ളത്, വൻകിട തുറമുഖങ്ങളെയും അതോടൊപ്പം തന്നെ കൂടുതൽ ചെറുകിട തുറമുഖങ്ങളും എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു സമുദ്ര മിഷൻ എന്ന പേരിൽ വലിയൊരു സ്വപ്നമാണ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം തുറമുഖ മേഖലയിൽ, ഉൾനാടൻ മേഖലയിൽ ഒട്ടേറെ ചെറിയ ചെറിയ തുറമുഖങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയും, അങ്ങനെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ GSTയിലെ ഒരു പുനഃസംഘടനയാണ്, നികുതി പിരിവുമായി ബന്ധപ്പെട്ട് GST പുനഃസംഘടിപ്പിക്കും. കാരണം GSTയുടെ നികുതി പിരിവ് വളരെ മോശമാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. GST വഴി ഒട്ടേറെ പണച്ചോർച്ച ഉണ്ടാകുന്നു എന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ GSTയിലും വലിയ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. മറ്റൊരു വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരുമാണ്. അവർക്ക് 8 DA കുടിശ്ശികയുണ്ട്. അതിൽ 2 DA കുടിശ്ശികയെങ്കിലും ഉണ്ടാകും എന്നാണ് സർക്കാർ ജീവനക്കാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 2 DA കുടിശ്ശിക നൽകണമെങ്കിൽ തന്നെയും ഏകദേശം ഒരു 8,000 കോടി രൂപയോളം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു DA കുടിശ്ശികയെങ്കിലും ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ, അല്ലെങ്കിൽ വൈകാതെ തന്നെ ഒരു DA കുടിശ്ശികയെങ്കിലും ശമ്പളത്തോടൊപ്പം നൽകാനുള്ള ഒരു നിർദ്ദേശമാണ് ബഡ്ജറ്റിൽ ഉണ്ടാകുക. പക്ഷെ നേരത്തെ ഈ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന് ഈ ധവളപത്രത്തിലൊക്കെ നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ അതിലേക്ക് പോകാനുള്ളൊരു സാധ്യതയില്ല. കാരണം ഈ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ഈ വർദ്ധിപ്പിക്കുമ്പോൾ പ്രതിവർഷം 6,000 കോടി രൂപയുടെ ഒരു ലാഭം സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കാൻ കഴിയും എന്ന് ഈ ധവളപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ യുവാക്കളുടെ ഒരു പ്രതിഷേധമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ആ വിരമിക്കൽ ആനുകൂല്യങ്ങൾ എങ്ങനെ നൽകണം എന്ന കാര്യത്തിനകത്തും പങ്കാളിത്ത പെൻഷൻ്റെ കാര്യത്തിനകത്തൊക്കെ ഒരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായേക്കാം. കാരണം വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം കഴിഞ്ഞ ദിവസം നടന്ന സർക്കാർ ജീവനക്കാരുടെ യോഗത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ബഡ്ജറ്റിനകത്ത് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയതാണ്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു എന്നതും കേരളം ഉറ്റുനോക്കുന്ന കാര്യമാണ്. റബ്ബറിൻ്റെ വില താങ്ങുവില 300 രൂപയാക്കും എന്നൊക്കെ UDF നൽകിയിരുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പ്രതീക്ഷിക്കുന്നത് ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട മലയോര മേഖലയിലെ വന്യജീവി ശല്യവും അതോടൊപ്പം ജനങ്ങൾക്ക് അവരുടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മലയോര മേഖലയിലെ വന്യമൃഗ ശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നിർദ്ദേശങ്ങൾ വരും എന്നതും ഒക്കെ കാത്തിരിക്കുന്ന ഒരു വിസ്മയങ്ങളാണ്. എന്താണെങ്കിലും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അല്ലെങ്കിൽ ധനമന്ത്രി ആയതിനു ശേഷം അവതരിപ്പിക്കുന്ന ആദ്യ ബഡ്ജറ്റ് എന്ന നിലയിൽ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഒരു ഈ ബഡ്ജറ്റിൻ്റെ പണിപ്പുരയിൽ അദ്ദേഹം ഏകദേശം 10 ദിവസത്തോളമായി മറ്റെല്ലാ മന്ത്രിസഭാ യോഗങ്ങളൊക്കെ ഒഴിച്ച് മറ്റ് നടപടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ആ ഒരു ബഡ്ജറ്റിൻ്റെ പണിപ്പുരയിൽ ഏർപ്പെട്ടിരിക്കുന്നത്, നേരിട്ട് ചുക്കാൻ പിടിക്കുന്നത്. മുമ്പൊക്കെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ധനകാര്യ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തന്നെ ഈ ബഡ്ജറ്റിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ഒട്ടേറെ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതുപോലെ അതിവേഗ റെയിലിൻ്റെ കാര്യത്തിനകത്തൊക്കെ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, അതോടൊപ്പം തന്നെ മെട്രോ പദ്ധതിയുടെ കാര്യത്തിനകത്ത് എന്തെല്ലാം പ്രഖ്യാപനം ഉണ്ടാകും, തീരദേശ ജനതയുടെ ഉന്നമനത്തിനായി എത്ര തുക മാറ്റിവെക്കും എന്നതൊക്കെ നാളത്തെ ബഡ്ജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയൊരു ജനകീയ ഒരു പ്രഖ്യാപനം UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റായി നാളത്തെ ബഡ്ജറ്റ് മാറുമോ എന്നത് നാളെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം മാത്രമായിരിക്കും അറിയാൻ കഴിയുക. ന്യൂസ് ഡെസ്കിൽ നിന്നും സണ്ണി പീറ്റർ അദ്ദേഹമാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ച. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീക്ക് എബോള എന്ന സംശയം. സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 52 വയസ്സുകാരിക്കാണ് എബോള എന്ന് സംശയിക്കുന്നത്.